പുതുവർഷം പിറക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ മലയാളി മദ്യപാനികൾക്ക് ഒരു പുതുവർഷ സമ്മാനം നൽകാൻ പോകുകയാണ് നമ്മുടെ സർക്കാർ ബിവറേജ് കോർപ്പറേഷൻ. മലബാർ ഡിസ്റ്റിലറീസ് പുതുതായി നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് 10,000 രൂപയാണ് ബെവ്കോ സമ്മാനമായി നൽകുന്നത്. സർക്കാർ വില കുറഞ്ഞ പേരിലിറക്കിയ ജവാൻ എന്ന മദ്യത്തിന് സാധാരണക്കാരായവർക്കിടയിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ജനങ്ങൾ നൽകിയ ആ സ്വീകാര്യതയാണ് വീണ്ടും പുതിയൊരു മദ്യ ബ്രാൻഡ് ഇവിടെ ഇറക്കാനുള്ള കോർപ്പറേഷന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ. ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ വന്ന് 10 വർഷം തികയാനിനി വെറും മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നാൽ ഘട്ടം ഘട്ടമായി മദ്യ ബ്രാൻഡുകളും മദ്യവും ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ മദ്യപാനികളുടെ എണ്ണം കൂടുന്ന കാഴ്ചയാണ് കേരളത്തിലുടനീളം. മദ്യം നിരോധിച്ചാലും ലോട്ടറി നിരോധിച്ചാലും ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് തൊഴിലുണ്ടാകില്ലെന്നാണ് ഇത് രണ്ടും നിരോധിക്കുന്നതിനെ എതിർക്കുന്നവർ പറയാറുള്ളത്. എന്നാൽ ഇവിടെ മദ്യവും ലോട്ടറിയും യഥേഷ്ടം വിറ്റ് ലാഭമുണ്ടാക്കുമ്പോൾ തകരുന്ന ജീവനുകളും ജീവിതങ്ങളും അവരുടെ കണ്ണുനീരുകളും ആരും കാണാതെ പോകരുത്. മദ്യമില്ലെങ്കിലും മലയാളികൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. പക്ഷേ മദ്യപിക്കാത്ത മലയാളികൾ ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന ചിലരുടെ തെറ്റിദ്ധാരണയാണ് ആദ്യം മാറ്റിയെടുക്കേണ്ടത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ചും മദ്യത്തിന് വില കൂട്ടിയും ജനങ്ങളുടെ പണമൂറ്റി മണിമാളികകളിൽ അന്തിയുറങ്ങുന്നവർ നിങ്ങൾക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചു വിട്ട പാവം ജനങ്ങളോട് അന്ന് പറഞ്ഞ ഘട്ടം ഘട്ടം എന്ന ആ വാക്ക് വല്ലപ്പോഴെങ്കിലും ഒന്നോർക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഏവർക്കും സൂര്യകിരണം ചാനലിന്റെ പുതുവത്സരാശംസകൾ നേരുന്നു.